വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്. കുറേ നാളെന്ന് പറയാനുള്ള കാരണം നമ്മളിപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഷോർട്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ഒരു മാസമായിട്ട് ഞാൻ ബാക്ക് ടു ട്രാക്കാണ്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. അപ്പോൾ എനിക്ക് ചെറിയൊരു സ്റ്റക്കിംഗ് ട്രബിൾ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ തന്നെയാണ് ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഒരു കുഴപ്പമുണ്ടായില്ല. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നും ശരിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും തമിഴിൽ കണ്ട പോലെ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഗൈസ്. ഇപ്പോൾ ഏകദേശം 3 വർഷമായി നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിരുന്നു. അത് കണ്ട എല്ലാവർക്കും അറിയാം 3 വർഷമായിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. ഇപ്പം ഞാൻ 9ാം ക്ലാസ്സിലായി ഗൈസ്. അപ്പം 3 വർഷമായി. 9ാം ക്ലാസ്സിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കെ 4 വർഷമാവുള്ളൂ. അപ്പോൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അതിനെപ്പറ്റി ഏകദേശം എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ കുറേ പേർക്കൊന്നും അറിയില്ല. കാരണം ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ എൻ്റെ പേര് എല്ലാം അറിയാം. പക്ഷേ പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ ഞാൻ ആരാണ്, ഞാൻ ഇവിടെ നിന്നാണ് വരുന്നത്, ഞാൻ എവിടെ പഠിക്കുന്നത്, ഞാൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നൊന്നും അറിയില്ല. അപ്പോൾ അതാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല, കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ച് വന്നിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. കാരണം ഞാനിങ്ങനെ വൈകിച്ചുകൊണ്ടിരിക്കും ഗൈസ്, കാരണം എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ്. എൻ്റെ പേര് ആർദ്ര എന്നാണ്. എൻ്റെ അനിയത്തിയുടെ പേര് ആദ്യ എന്നാണ്. അവളെ എല്ലാവരും ഏകദേശം കണ്ടിട്ടുണ്ടാകും. കാരണം മിക്ക വീഡിയോയിലും വെറുതെ നടന്നെങ്കിലും അവിടെ പോയിട്ടുണ്ടാവും. കാരണം അവൾക്ക് ഇങ്ങനെ വീഡിയോയുടെ ഇടയ്ക്ക് വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവൾ തന്നെ പറയും, ചേച്ചി ഞാനൊന്നും നടന്നു പോയിക്കോട്ടെ, ഒന്ന് വീഡിയോ എടുക്കുമെന്ന് പറയും. അപ്പോൾ അവളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഗൈസ്. അവളുടെ പേര് ആദ്യ എന്നാണ്. എന്നെ വീട്ടിൽ വിളിക്കുന്നത് കുഞ്ഞു എന്നാണ് ഗൈസ്. ആൻ്റണിയത്തിനെ വിളിക്കുന്നത് ചിന്നു എന്നാണ്. ഇപ്പം നിങ്ങൾ പണ്ട് മുതലേ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, ഞാൻ, ചിന്നു. പിന്നെ വീഡിയോസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അമ്മൂമ്മ, അപ്പൂപ്പൻ, പിന്നെ അമ്മയുടെ ബ്രദറും വൈഫും, പിന്നെ 2 പിള്ളേരാണ് ഗൈസ്. അപ്പോൾ പിന്നെ വീഡിയോസ് പണ്ട് പോലെ കാണുന്നില്ലാത്ത പറയാം. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയിട്ടുള്ളൊരു വീഡിയോ. കാരണം പണ്ട് ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മിക്ക വീഡിയോസും ഷോർട്സും എല്ലാം എടുത്തിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ വീട് മാറി ഗൈസ്. നമ്മൾ വീട് പണി നടക്കുകയായിരുന്നു. അതിൻ്റെ നമ്മൾ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. കാരണം ആ സമയത്ത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ശീലമില്ല എനിക്ക്. അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ വീട് മാറി ഒരു പുതിയ വീട്ടിലേക്ക് വന്നു ഗൈസ്. അപ്പോൾ ഈ വീട് തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്താണ് ഗൈസ്. ഇപ്പം മാറിയിട്ട് ഏകദേശം 4 months അടുത്താണ് ഗൈസ്. അപ്പം ഈ വീടിൻ്റെ ഹോം ടൂറും എൻ്റെ റൂം ടൂറും എല്ലാം വരുന്നതാണ് ഗൈസ്. ഇപ്പം ഞാൻ എൻ്റെ റൂമിൽ ബേബിൻ്റെ അവിടെയാണ് ഗൈസ് ഇരിക്കുന്നത്. ഞാൻ റൂം ടൂർ ഇപ്പോൾ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ റൂമിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കി ഇടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാം ഉടനെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക നോക്കിയിരിക്കുക വീഡിയോസ് വരുന്നവരെ. അപ്പം നമ്മളിവിടെ പറഞ്ഞത് ഓക്കെ. അപ്പോൾ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. ഞാൻ പഠിക്കുന്നത് പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് നവോദയ പബ്ലിക് സ്കൂളിലായിരുന്നു. അത് കുറേ പേർക്ക് അറിയാം. കാരണം അവിടെ വെച്ച് നമ്മൾ ആനുവൽ ഡേയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെയും ചിന്നിൻ്റെ ഡാൻസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ സ്കൂള് മാറിയായിരുന്നു. അപ്പോൾ നമ്മൾ മേരിമാൻ പബ്ലിക് സ്കൂളിലായി. അപ്പോഴൊന്നും ഞാൻ ഈ വീഡിയോ ഒന്നും സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല ഗൈസ്. ഞാനിപ്പം 9th പഠിക്കുന്നത്. അപ്പോൾ ഞാൻ 8th മാറിയത് കേട്ടോ. എൻ്റെ അനിയത്തി ഇപ്പോൾ 6th പഠിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വേറെ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല. ഇതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം എടുക്കുന്നതാണ് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലായിട്ട് പഠിക്കാനുണ്ടെങ്കിൽ ഗൈസ് പഠിക്കാനൊക്കെ ഉണ്ട്. മഴയാണ് ഇവിടെ, ഭയങ്കര മഴയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഇന്ന് അവധിയാണ് സ്കൂളിന്. അപ്പം ഞാൻ സമയം കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് വന്നതാണ് ഗൈസ്. അപ്പോൾ എനിക്ക് എന്തായാലും വീഡിയോസും ഷോർട്സും എല്ലാം വരും. കാരണം ഞാൻ ഇനിയിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടണമെന്ന് വെച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുവാണ് ഗൈസ്. പിന്നെ ചിന്നു ഒന്ന് വീഡിയോയിൽ വരണമെന്നുണ്ടായിരുന്നു ചിന്നുവിന്. പക്ഷെ ചിന്നുവിന് പിന്നെ മടിയായി ഗൈസ്. ഇനി ഡ്രസ്സ് ചെയ്ത് വന്ന് വീഡിയോ ഒക്കെ എടുക്കണ്ടേ എന്ന് വെച്ചിട്ടാണ് ചിന്നു വരാതിരുന്നത്. ചിന്നു താഴെ കളിക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ഫ്രം കുഞ്ഞു.